തൊഴിലുറപ്പ് പദ്ധതി പുതിയ ഫോർമാറ്റിലേക്ക് മാറുന്ന ട്രാൻസിഷൻ പീരീഡാണിപ്പോൾ. ആ ഫോർമാറ്റിലേക്ക് മാറുന്നത് കൊണ്ട് തൊഴിൽ ഒരുപാട് നഷ്ടപ്പെടുന്നു, തൊഴിൽ കിട്ടുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. അങ്ങനെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ കിട്ടാതെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അവർക്ക് പണം കിട്ടാതെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ, 5000-ഓളം വരുന്ന തൊഴിലുറപ്പ് ജീവനക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. തൊഴിലുറപ്പ് ജീവനക്കാരിൽ മഹാഭൂരിപക്ഷവും കോൺട്രാക്റ്റ് എംപ്ലോയീസ് ആണ്. എന്തുകൊണ്ട് പഞ്ചായത്ത് വകുപ്പിന് പുതിയൊരു ചിന്ത ആലോചിച്ചുകൂടാ? ഇത് ഷാജി അവർകളോട്, KM ഷാജി അവർകളോടാണ് ഇതൊരു അഭ്യർത്ഥന. തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് കൃത്യമായി, കാരണം ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 50 വയസ്സിന് താഴെയുള്ളവരെ, ബാക്കിയുള്ളവരെ വിട്ടേക്കുക. അവർ 60 വയസ്സിൽ 50 വയസ്സിന് മുകളിലോട്ടുള്ളവരെ, അല്ലെങ്കിൽ 60 വയസ്സ് അത്ര വലിയൊരു പ്രായമല്ല, ജോലി ആരോഗ്യമുണ്ടെങ്കിൽ 60 വയസ്സ്, അല്ലെങ്കിൽ പ്രായം ഗവൺമെൻറ് തീരുമാനിച്ചോളൂ, പഞ്ചായത്ത് തീരുമാനിച്ചോളൂ. ഒരു പർട്ടിക്കുലർ പ്രായം 70 വയസ്സായവരെയൊന്നും പറ്റത്തില്ല, കാരണം അവരെ കൊണ്ട് ഈ ജോലിക്ക് വിടുന്നത് ശരിയല്ല. ബാക്കിയുള്ള ഒരു പർട്ടിക്കുലർ ഏജിലോ, അല്ലെങ്കിൽ താല്പര്യമുള്ള എല്ലാവർക്കും അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ആരോഗ്യവും കായികവും താല്പര്യമായ എല്ലാവർക്കും ലേബർ ബാങ്കുകൾ ഉണ്ടാക്കണം. അത് ലേബർ ബാങ്ക് എന്ന് പേരിടുമ്പോൾ ഇതിന് തൊഴിൽ സേന എന്നൊക്കെ പറഞ്ഞ് പേര് വന്നുകൊള്ളെങ്കിൽ സർവീസ് ബാങ്ക് എന്നിട്ടോളൂ, സർവീസ് കൊടുക്കുന്ന ബാങ്ക് എന്ന് പറഞ്ഞോളൂ. അങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 1000 പഞ്ചായത്തിലും 1000 തൊഴിൽ സേനകൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഇവർക്ക് പേര് രജിസ്റ്റർ ചെയ്താൽ 100 ദിവസമേ ഇവർക്ക് എവിടെ ജോലി കിട്ടുന്നുള്ളൂ. പിന്നെ പഞ്ചായത്തിൽ 100 ദിവസം കിട്ടുന്നില്ല, 60 ദിവസം 70 ദിവസമൊക്കെ പല പഞ്ചായത്തിലും കിട്ടുന്നുള്ളൂ. 100 ദിവസം കിട്ടുന്നില്ല, ഇവ 125 ദിവസമാക്കി, കിട്ടാൻ പോകുന്നില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർക്ക് തൊഴിലെടുക്കാൻ. എങ്കിൽ ചോദിക്കും, നാട്ടുകാർ സ്വകാര്യ വ്യക്തികൾ വിളിക്കുമ്പോൾ അങ്ങ് പോയാൽ പോരെ? അങ്ങനെ പോയാൽ പോരാ, അങ്ങനെ പോവില്ല ആളുകൾ. ഗവൺമെൻറ് തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃത്യമായി കുടുംബശ്രീ പോലെ ഇവരെ രജിസ്റ്റർ ചെയ്യിക്കുകയും അതൊരു ലേബർ സേനയാക്കി, ഒരു തൊഴിലാളി സേനയാക്കി മാറ്റുകയും അവർക്ക് അത്യാവശ്യം ചില ഇൻസെൻറ്റീവൊക്കെ കേരള ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റിയാൽ, ചില ESA ആനുകൂല്യങ്ങൾ, EPF ആനുകൂല്യങ്ങൾ, അങ്ങനെ ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത്, ഹെൽത്ത് കാർഡ്, ഇൻഷുറൻസ്, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. നല്ല പരിശീലനം, പിന്നെ അത്യാവശ്യം ഒരു പഞ്ചായത്തിൽ വേണമെങ്കിൽ അവർക്ക് ഈ ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഈ ചെറിയ പൈസ ഒക്കെ കൊടുക്കാൻ പറ്റും. ഓൺ ടൈം സപ്പോർട്ട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ട് ഇവരെ കൃത്യമായിട്ട് അവർക്ക് വർഷം മുഴുവൻ തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ സേനകളാക്കി മാറ്റാം. ഞാൻ പറയുന്നത് 1000 പഞ്ചായത്തിലും, പഞ്ചായത്ത് മന്ത്രി ഇത് ചെയ്തില്ലെങ്കിലും ഒരു 100 പഞ്ചായത്തിലെങ്കിലും, അല്ലെങ്കിൽ 140 പഞ്ചായത്തിലെങ്കിലും, ഒരു പഞ്ചായത്ത്, ഒരു മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് എന്നുള്ളത് 140 MLA-മാരെ പഞ്ചായത്തിൽ, ഒരു മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ തിരഞ്ഞെടുത്ത് തൊഴിൽ സേനകൾ ഉണ്ടാക്കണം. ആ തൊഴിൽ സേന സ്ത്രീകളുടെ സേനയായിരിക്കണം. ഞാനിത് പറയാൻ കാരണം, ഒരു ഉദാഹരണം കൂടെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ, അദ്ദേഹം ജില്ലയും സ്ഥലമൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ഥലത്തെ ഒരു പ്രവാസി, അദ്ദേഹം 10-15 വർഷം മുമ്പ്, 10-15 വർഷത്തോളം ദുബായ് വിദേശത്തിരുന്ന് വലിയ സമ്പന്നനായി നാട്ടിൽ വന്ന് അദ്ദേഹം ബിസിനസ് തുടങ്ങി. കൃഷിയാണ് ബിസിനസ് എന്ന് പറയുന്നത്, കൃഷിയാണ് തുടങ്ങിയത്. അദ്ദേഹം ആദ്യം ചെറിയ വസ്തുക്കളൊക്കെ എല്ലാം തുടങ്ങിയത്, പിന്നെ കുറച്ച് വസ്തുക്കളുടെ വലിപ്പം കൂടി ഏക്കർ കണക്കിന് കൃഷിയായി. ആദ്യമൊക്കെ വലിയ ലാഭമായിരുന്നു. തൊഴിലാളികൾ നല്ല ശമ്പളം കൊടുത്തിട്ട് ബംഗാളികളായിരുന്നു. ബംഗാളി തൊഴിലാളികൾ 25 പേരുണ്ടായിരുന്നു. അവർ ബംഗാളിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നില്ല. തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് വിളവെടുപ്പ് വിളകളെല്ലാം കൂടി വിളഞ്ഞു. അത് വിളവെടുക്കാൻ ഒരു 5-6 ദിവസത്തേക്ക് ആളുകളുടെ സേവനം ആവശ്യമുണ്ട്. അദ്ദേഹം അവരുടെ പഞ്ചായത്തിൽ പോയി ചോദിച്ചു, തൊഴിലുറപ്പുകാരോട് ചോദിച്ചു, പലരോടും ചോദിച്ചു. നാട്ടുകാരിൽ ആരും സഹായിച്ചില്ല. ലക്ഷക്കണക്കിന് 15 ലക്ഷം രൂപയുടെയെങ്കിലും വിളവാണ് നശിച്ചു പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജൈവ കർഷകനാണ്, വലിയ മാതൃകാ കർഷകനാണ്, അവാർഡ് കിട്ടിയ ആളാണ്, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ കൃഷി ചെയ്യുന്നത്? അപ്പോൾ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇത് പറിക്കലാണല്ലോ. അങ്ങനെ വലിയ കായികാധ്വാനവുമല്ല, മണ്ണിൽ കിളയ്ക്കുന്നത് പോലുള്ള വലിയ കായികാധ്വാനവുമല്ല.
അപ്പോൾ കായികമായ വലിയ അധ്വാനമല്ലാത്ത, കായികമായ ചെറിയ അധ്വാനം ചെയ്യുന്നുണ്ട് തൊഴിലുറപ്പുകാർ, പുല്ല് പറിക്കുകയും കുഴിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് വളരെ കൃത്യമായ ലേബർ സേനകൾ ഉണ്ടാക്കണം. ഈ ലേബർ സേനകൾ ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ വേറൊരു തമാശയോടെ ഞാൻ പറഞ്ഞുതരാം. 45 വയസ്സ് കഴിഞ്ഞവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. എവിടെയുള്ളവർ? നമ്മുടെ 5000-ഓളം വരുന്ന തൊഴിലുറപ്പ് ജീവനക്കാരെന്ന് പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞവരാണ് ഭൂരിപക്ഷവും. ചെറുപ്പക്കാരല്ല, ചെറുപ്പത്തിൻ്റെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് എഞ്ചിനീയർമാരുണ്ട്, ഓവർസിയർമാരുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകളുണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, പല സ്റ്റാഫുകളുണ്ട്. 4-5 സ്റ്റാഫുണ്ട് ഒരു പഞ്ചായത്തിൽ. അവർക്കിനി ജോലിയുണ്ടോ? എത്ര കാലം തൊഴിലുറപ്പ്? അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് അവരുടെ സാങ്കേതിക സഹായത്തോടു കൂടി കൃത്യമായി ലേബർ സർവീസ് ബാങ്കുകൾ തുടങ്ങാൻ പറ്റും. അപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ലേബർ സർവീസ് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് പഞ്ചായത്ത് വകുപ്പിൽ നിന്നുണ്ടായാൽ മനോഹരമായിരിക്കും. ഇതിൽ സ്ത്രീകളെ മാത്രമാണ് ഈ ലേബർ ബാങ്കിൽ, ഈ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ പുരുഷ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലാതെ ലേബർ ബാങ്ക് ആലോചിക്കാം, 2 വിഭാഗം ആലോചിക്കാം. പക്ഷേ എങ്കിൽ സ്ത്രീകൾക്ക് ഈ ഒരു സാധ്യത കൊടുത്താൽ വർഷം മുഴുവൻ അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. തൊഴിലുറപ്പിന് പുറമേ അവർക്ക് ഒരു വരുമാനവും കിട്ടും. ഓൺ ഡിമാൻഡ് ബേസ് ചെയ്താൽ മതി, കമ്പൾസറി ആയിട്ട് അവർക്ക് കൊടുക്കണ്ട. പക്ഷേ ഒരു റേറ്റൊക്കെ ഫിക്സ് ചെയ്ത്, ഒരു കൃത്യമായി വിളവെടുപ്പിനും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു റേറ്റൊക്കെ ഫിക്സ് ചെയ്ത് സൊസൈറ്റി മോഡലിൽ അവരെ ലേബർ സർവീസ് ബാങ്കുകളാക്കി അവരെ മാറ്റണം. അതിനുള്ള ശ്രമം AKM ഷാജി അവകളിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.